ലേൺ ലേണിംഗ് നമ്മുടെ 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എന്ത് പിതാക്ക പ്രായശ്ചിത്തം എന്നുള്ളത് അല്ലേ. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് വരാവുന്ന 2 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? അരുൺ ഗാന്ധിക്ക് ഡയറി. അരുൺ ഗാന്ധിയുടെ ഡയറി എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സിറ്റുവേഷൻ? നമുക്കറിയാം, അരുൺ ഗാന്ധി അച്ഛനോട് കാറ് തയ്യാറായി കിട്ടാൻ ലേറ്റ് ആയി എന്നൊരു കള്ളം പറയുകയാണ്. ആ കള്ളത്തിൽ നിന്ന് അവൻ പറഞ്ഞത് കള്ളമാണെന്ന് അച്ഛന് മനസ്സിലാക്കാൻ സാധിക്കുകയും എന്നിട്ട് അച്ഛൻ സ്വയം എന്ത് ചെയ്യാണ്? പശ്ചാത്തപിക്കുകയാണല്ലേ. അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? എൻ്റെ മകനെ ഞാൻ സത്യം പറയാൻ പഠിപ്പിച്ചില്ല, അതുകൊണ്ട് ഈ വീട്ടിലേക്കുള്ള 18 കിലോമീറ്റർ ദൂരത്തോളം ഞാൻ നടന്നു പോയിക്കോളാം, കാറിൽ വേണ്ട എന്നുള്ള ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ പ്രായശ്ചിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അരുൺ ഗാന്ധി വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. അന്നത്തെ ഡയറി എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് എങ്ങനെ എഴുതാം നോക്കൂ. ഡയറി എഴുതുന്ന സമയത്ത് ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ. ആ ഫോർമാറ്റ് എന്താണ്? ആദ്യം കോളത്തിൽ വേണം നമ്മൾ ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം കോളം വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം എന്താണ്? നമ്മൾ ഡയറി എന്ന് എഴുതി കൊടുക്കും. എന്താണോ വിധ അത് നമുക്ക് എഴുതി കൊടുക്കാം. ഇനി നോക്കൂ, താരീഖ്. താരീഖ് എന്താണ്? താരീഖ് എന്ന് പറയുന്നത് ഡേറ്റ് ആണ് അല്ലേ. നോക്കൂ, ദിൻ. ദിൻ എന്താണ്? ദിവസമാണ്, ഡേ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡയറിയുടെ ആദ്യത്തെ തുടക്കം. അതിനുശേഷം നമ്മൾ ഇതിന്റെ കാര്യം എന്താണ്? ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും? ആ ഒരു കോൺസെപ്റ്റ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ എന്താണ്? ഇത് നമ്മുടെ ഡയറി സങ്കടമായാലും സന്തോഷമാണെങ്കിലും ഈ ഒറ്റൊരു ഡയലോഗും മതി. പക്ഷേ എന്താണ്? നമ്മൾ എഴുതുകയാണ് ആജ് കാ ദിൻ മേ കൈസേ ഭൂലൂ എന്ന്. നമുക്ക് സങ്കടത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ആജ് കാ ദിൻ മേ കൈസേ ഭൂലൂ അല്ലേ. സന്തോഷമാണെങ്കിലോ ആജ് കാ ദിൻ മേ കൈസേ ഭൂലൂ അങ്ങനെ പറയാം അല്ലേ. അപ്പൊ നമുക്ക് ഒറ്റ ഡയലോഗ് മതി, അത് 2 മോഡിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് എഴുതാം ആജ് കാ ദിൻ മേ കൈസേ ഭൂലൂ. ഇവിടെ വിഷമാണ്. മേ കൈസേ ഭൂലൂ, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും? ആ മറക്കാതിരിക്കാൻ ഒരു കാരണം ഉണ്ടല്ലോ. ആ കാരണം എന്താണെന്ന് നമുക്കിനി നോക്കാം. ആജ് മേ പിതാജി കോ ഏക് മീറ്റിംഗ് കേ ലിയേ കാർ മേ ഷഹർ ലേ ഗയാ. ഇന്ന് ഞാൻ അച്ഛനെയും കൊണ്ട് ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഷഹറിലേക്ക് പോയി, പട്ടണത്തിലേക്ക് പോയി അല്ലെ. ഷഹർ എന്താണ്? പട്ടണം. बताए गए कामों को निपटाकर 5 बजे उन्हें लेने जाना था. അപ്പൊ പറഞ്ഞ ജോലിയൊക്കെ ചെയ്തിട്ട് എന്താ 5 മണിക്ക് അദ്ദേഹത്തിനെ കൂട്ടാൻ വേണ്ടി പോകണമായിരുന്നു. लेकिन फिल्म देखते रहने से उन्हें लेने के समय पर वहां पहुंच ना सका. പക്ഷെ സിനിമ കാണുന്ന ആ ഒരു തിരക്കിലായതുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടാൻ പോകേണ്ട ഒരു കാര്യം ഞാൻ വിട്ടേ പോയി അല്ലെ, മറന്നുപോയി. പിതാജി ബേസബ്രി സേ, ബേസബ്രി എന്താണ്? അക്ഷമൻ, അക്ഷമനായി, ക്ഷമ നശിച്ചിട്ട്. മേരാ ഇന്തിസാർ കർ രഹേ ദേ, എന്നെ കാത്തിരിക്കുകയാണ്. ഇന്തിസാർ എന്താണ്? കാത്തിരിപ്പ്, എന്നെ കാത്തിരിക്കുകയാണ് അല്ലേ. ഉൻകെ പൂച്ച്നെ പർ മേ झूठ बोला कि കാർ തയ്യാർ നഹീ दी. അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ കള്ളവും പറഞ്ഞു. എന്ത് പറഞ്ഞു? കാർ റെഡി ആയി കിട്ടിയില്ല. ഇസ്ലിയേ ദേർ ഹോ ഗയി, അതുകൊണ്ടാണ് നേരം വൈകിയത് എന്ന് പറയാണ്. ലേക്കിൻ പക്ഷേ പിതാജി അസലിയത്ത് ജാൻ ചുക്കേ ദേ. അസലിയത്ത് എന്താണ്? സത്യാവസ്ഥ. പക്ഷേ അച്ഛന് സത്യാവസ്ഥ മനസ്സിലായിട്ടുണ്ട്. മേരി झूठ पर प्रायश्चित करते हुए पिताजी घर तक की 18 मील दूर पैदल चलकर तय किया. पैदल चलना എന്താണ്? കാൽനടയായി പോകുക അല്ലേ. मैं उनके पीछे धीमी गति से कार चलाकर घर पहुंचा. ഞാൻ അദ്ദേഹത്തിന്റെ പുറകിൽ എന്താണ്? മെല്ലെ മെല്ലെ, ധീമി ഗതി സേ, പതുക്കെ പതുക്കെ കാർ ഓടിച്ച് പോകുകയാണ് ഉണ്ടായത്. ഇസ് ഘടന സേ ദുഃഖി ഹോക്കർ मैंने कभी झूठ ना बोलने का निर्णय लिया. ഈ ഒരു ഘടന കൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. എന്താ? ഞാൻ ഒരിക്കലും കളവ് പറയില്ല. ആജ് കാ യേ വിശേഷ് ദിൻ മേ കൈസേ ഭൂലൂ. ഇന്നത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് മറക്കുക എന്നാണ് അവസാനമായിട്ട് ഇവിടെ അരുൺ ഗാന്ധി ചോദിക്കുന്നത്.
അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമുക്കറിയാം അല്ലെ, ചോദ്യം എങ്ങനെയായിരുന്നു? അരുൺ ഗാന്ധിയുടെ ഡയറിയാണ്, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചല്ലോ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാർത്താലാപ്. എന്താണ് വാർത്താലാപ്? വാർത്താലാപ് എന്ന് പറഞ്ഞ കോൺവെർസേഷൻ ആണ് കേട്ടോ. വാർത്താലാപ് കോൺവെർസേഷൻ ആണ് പിതാജി और അരുൺ ഗാന്ധി കെ ബീച്ച്. അച്ഛനും മകനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അതായത് ലേറ്റ് ആയിട്ട് അരുൺ ഗാന്ധി അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക? ഇതൊരു 4 മാർക്കിന് ചോദിച്ചാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത് നോക്കാം നമുക്ക്. അരുൺ ഗാന്ധി, പാപ്പാ मैं आ गया. अच्छा ഞാൻ വന്നു. क्या आप मुझे बहुत देर से इंतजार कर रहे हो? നിങ്ങൾ കുറെ നേരമായോ എന്നെ വെയിറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് അല്ലേ. നിങ്ങൾ കുറെ നേരമായോ എന്നെ കാത്തിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. പിതാജി, ഹാ 5 ബജെ സേ मैं तुम्हारा इंतजार कर रहा था. 5 മണി മുതൽ ഞാൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. തും ലേറ്റ് ക്യോ ഹുയേ? നീ എന്തുകൊണ്ട് ലേറ്റ് ആയി? അരുൺ ഗാന്ധി, കാർ തയ്യാർ നഹീ ഥി ഇസ്ലിയേ ദേർ ഹോ ഗയി. കാർ റെഡി ആയി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. പിതാജി, തും झूठ क्यों बोलते हो? നീ എന്തിനാണ് കളവ് പറയുന്നത്? മുझे सब कुछ मालूम है. എനിക്കെല്ലാം മനസ്സിലായി. അരുൺ ഗാന്ധി, പിതാജി മുझे മാഫ് ദീജിയേ. എനിക്ക് മാപ്പ് തരൂ അല്ലേ. പിതാജി, നഹി ജിസ് तरह से मैंने तुम्हें बड़ा किया है. ഞാൻ എങ്ങനെയാണോ നിന്നെ വളർത്തിയത്, ഉസ്മേ മുझसे भारी चूक हुई है. അതിലെനിക്ക് വളരെയധികം ലജ്ജ തോന്നുകയാണ്. ഭാരി ഹോ ചുക്കി ഥി, എന്താണ് ലജ്ജ തോന്നുകയാണ്. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. ഞാൻ നിനക്ക് സത്യം പറയാനുള്ള ആത്മവിശ്വാസം തന്നില്ല. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूंगा. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? घर तक की 18 मील की दूरी, വീട്ടിലേക്കുള്ള 18 കിലോമീറ്ററോളം ദൂരം ഞാൻ पैदल चलकर ही तय करूंगा, കാൽനടയായിട്ട് പോയിക്കോളാം. അരുൺ ഗാന്ധി, പിതാജി ആപ് രുക്കിയേ. അച്ഛാ നിങ്ങൾ അവിടെ നിൽക്കൂ. ആഗേ മേ കബി ജൂട്ട് നഹീ ബോലൂങ്ക. ഇനി ഞാൻ കളവൊന്നും പറയില്ല. അപ്പൊ ഈ 2 ചോദ്യങ്ങളാണ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടത്. എക്സാമിന് ഉറപ്പായിട്ടും 4 മാർക്കിന് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണിത്. അപ്പൊ ഓക്കെ, ബാക്കി ചോദ്യങ്ങളായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.